വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ മഹീന്ദ്ര പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത വീറോ എന്ന വാഹനത്തിൻ്റെ ഫുൾ സ്പെക്ക് കാര്യങ്ങൾ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടില്ല, ഇവിടെ ഐ ബട്ടൺ കൊടുത്തിട്ട് ഒന്ന് കയറി കണ്ടു നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുത്ത് അവരുടെ അടുത്തുകൂടെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പറയാം. അതുപോലെ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ ഒരു എക്സിക്യൂട്ടീവ് നമ്പർ കൊടുത്തിരിക്കുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്താൽ പുള്ളി ഡീറ്റെയിൽസ് ഫുള്ള് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മഹീന്ദ്രയുടെ ഒഫീഷ്യൽ സൈറ്റിൽ ഈ പറഞ്ഞ വീറോ വാഹനത്തിൻ്റെ ചില വേരിയൻസിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എല്ലാത്തിൻ്റെ പ്രൈസ് ഒന്നും വന്നിട്ടില്ല. സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 7,99,000 രൂപയാണ്. പക്ഷേ അത് ഇതിനകത്ത് കാണിച്ചിട്ടില്ല. കാരണം അത് ബേസ് വേരിയൻറ്റിൻ്റെ ചേസിൻ്റെ പ്രൈസ് ആയിരിക്കും 7,99,000. ഇതിനകത്ത് അത്യാവശ്യം വാഹനങ്ങളുടെ പ്രൈസ് കൊടുത്തിട്ടുണ്ട്. ആ പ്രൈസ് കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ഫുൾ സ്പെക്കല്ല, ഫുൾ പ്രൈസ് ലിസ്റ്റ് കാര്യങ്ങളൊന്നുമില്ല, ഇതിനകത്ത് കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം കറക്റ്റ് ചേസ്, അതുപോലെ തന്നെ V2A എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ വേരിയേഷൻ വരാം എക്സ്ഷോറൂമിനകത്ത്. ഇപ്പോൾ ഇതിനകത്ത് കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് മഹീന്ദ്രയുടെ ഒഫീഷ്യൽ സൈറ്റിൽ നോക്കിയാൽ ഇത് കാണാൻ കഴിയും. അപ്പം നമുക്ക് ഇനി ആ ഒരു പ്രൈസ് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു നോക്കാം. പിന്നെ അതുപോലെ ഞാൻ ഒരു വീഡിയോ ഒക്കെ കണ്ടിരുന്നു. SD എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ഡ്യൂട്ടി, HD എന്ന് പറയുന്ന ഹെവി ഡ്യൂട്ടി എന്നാണ്. എന്നാൽ ഞാൻ കാർഗോ ഡെക്കിൻ്റെ സൈസ് നോക്കിയപ്പോൾ SD-ക്കകത്ത് 1.3 അടി പൊക്കവും HD-ക്കകത്ത് 3.1 അടി പൊക്കമാണ്. അങ്ങനെയാണ് കാണിച്ചത്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ SD എന്ന് പറഞ്ഞാൽ നമുക്ക് ഷോർട്ട് ഡെക്കും HD എന്ന് പറയുന്ന ഹൈ ഡെക്കും ആയിരിക്കും. ചിലപ്പോൾ ചേഞ്ച് ആവും. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി നേരെ എൻ്റെ വിലകൾ നോക്കാം. ഇതിനകത്ത് ഇപ്പം വേരിയൻ്റ് എൻ്റെ പ്രൈസിങ്ങിനകത്ത് കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വന്നിട്ടുള്ളത് വിലകൾ V2, V4, V6 എന്നീ ഇത് വേരിയൻസിൻ്റെയാണ്. അത് V2A, V4A, അങ്ങനെ ഒന്നും കൊടുത്തിട്ടില്ല. ജസ്റ്റ് V2, V4, V6. അതിനകത്ത് തന്നെ XL, XXL കാര്യങ്ങളാണ് വരുന്നത്. അതിനകത്ത് XL നോർമലായിട്ട് V2-നകത്ത് മാത്രമാണ് വരുന്നത്. ബാക്കി എല്ലാ വാഹനങ്ങൾക്കകത്തും XXL ആണ് വരുന്നത്. V2-നകത്ത് XXL അവൈലബിൾ ആണ്, XL അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് വില നോക്കാം. അത് നമുക്ക് XL SD V2 അത് നമുക്ക് 1.5-ലും 1.6-ലും അവൈലബിൾ ആണ്. പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് 1.5ഉം 1.6ഉം ആണ് പേലോഡ് വരുന്ന വണ്ടിക്കകത്ത്. ഇത് എല്ലാ സംസ്ഥാനങ്ങളിലും രണ്ടും അവൈലബിൾ ആയിരിക്കത്തില്ല. ഓരോ ഏരിയയിലെയും നമ്മുടെ RTOയുടെ ഒക്കെ ഒഫീഷ്യലായിട്ടുള്ള നോട്ടിഫിക്കേഷൻസും പേലോഡിൻ്റെയൊക്കെ ടാക്സും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടായിരിക്കും വരുന്നത്. ചിലപ്പോൾ 1.5 അവൈലബിൾ ആയിട്ടുള്ളത് 1.6 കാണത്തില്ല. അപ്പോൾ നമുക്ക് നോക്കാം. XL SD V2 1.5നും 1.6നും ഒരേ എക്സ്ഷോറൂം പ്രൈസ് തന്നെയാണ് വരുന്നത്. 8,49,000 രൂപ. ഇനി നമുക്ക് നോക്കാം XXL HD V2. HD എന്ന് പറയുമ്പോൾ ഹൈഡെക്ക് ആയിരിക്കും. അത് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. അതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് 1.5നും 1.6നും 8,89,000 രൂപയാണ് വരുന്നത്. ഇനി നമുക്ക് XXL SD V2 ഷോർട്ട് ഡെക്ക് V2 വേരിയൻറ്റ്. അതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറഞ്ഞാൽ 8,69,000 രൂപയാണ്. 1.6ന് 1.5ന് 8,69,000 രൂപ തന്നെയാണ്. ഇനി നമുക്ക് V4 നോക്കാം. V4-നകത്ത് ഇതിനകത്ത് ആകെ കൊടുത്തിട്ടുള്ള XXL SD മാത്രമാണ്. ഷോർട്ട് ഡെക്ക് XXL വേരിയൻറ്റ് മാത്രമാണ് V4-നകത്ത് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറഞ്ഞാൽ 8,99,000 രൂപയാണ്. 1.5ന് 8,99,000 ആണ്. 1.6ന് 8,99,000 ആണ്. XXL SD V6-നകത്തും XXL വേരിയൻറ്റ് മാത്രമാണ് വന്നിട്ടുള്ളത്. അത് SD ആണ് കാണിച്ചിട്ടുള്ളത്, ഹൈഡെക്ക് കാണിച്ചിട്ടില്ല. അതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറഞ്ഞാൽ 1.5നും 1.6നും സെയിം തന്നെയാണ്. 9,56,000 രൂപയാണ് 1.5ൻ്റെ 1.6ൻ്റെ എക്സ്ഷോറൂം പ്രൈസ്. നമ്മൾ വേരിയൻറ്റ് നോക്കിയപ്പം V2 ഉണ്ടായിരുന്നു, V2A ഉണ്ടായിരുന്നു, V4 ഉണ്ടായിരുന്നു, V4A ഉണ്ടായിരുന്നു, V6 ഉണ്ടായിരുന്നു. എന്നാൽ ഇതിനകത്ത് V2ഉം V4ഉം V6ഉം മാത്രമാണ് കാണിച്ചിട്ടുള്ളത്. എങ്കിലും ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രൈസ് കാര്യങ്ങൾ വരുമ്പോൾ ഇത് മൊത്തം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. ഒഫീഷ്യൽ സൈറ്റിനകത്ത് കൊടുത്തിട്ടുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്ന വേരിയൻസ് ആൻഡ് പ്രൈസിങ്ങിനകത്ത് കൊടുത്തിട്ടുള്ളതാണ് ഈ XL SD V2ഉം XXL HD V2ഉം XXL SD V2ഉം അതുപോലെ തന്നെ XXL SD V4ഉം XXL SD V6ഉം. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ചേഞ്ചസോ കാര്യങ്ങളോ വരുമെന്നുണ്ടെങ്കിൽ ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യാം. കാരണം വെച്ചാൽ ഫുൾ സ്പെക്ക് അല്ല, ഫുൾ പ്രൈസ് ലിസ്റ്റ് വരുന്നുണ്ട്. കാരണം വെച്ചാൽ ചേസിൻ്റെ ഉൾപ്പെടെ ഏതൊക്കെ വേരിയൻസിനകത്താണ് ചേസ് വരുന്നത്, അതിനകത്ത് V2A-ക്കകത്ത് എങ്ങനെയാണ് പ്രൈസ് വരുന്നത്, V4A-ക്കകത്ത് എങ്ങനെയാണ് പ്രൈസ് വരുന്നത് എന്നൊക്കെ ഉള്ളത് വെച്ചിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രൈസ് ലിസ്റ്റ് ഞാൻ വരുന്ന ടൈമിൽ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതിൻ്റെ പ്രൈസ് കാര്യങ്ങളെല്ലാം പറയുന്നതായിരിക്കും. ഇതിപ്പോൾ ഞാൻ ഈ ഒരു സൈറ്റിനകത്ത് കൊടുത്തുള്ള പ്രൈസാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. ചിലപ്പോൾ ഇതിനകത്ത് വേരിയേഷൻ വരാം ടൈമിൽ, ചിലപ്പോൾ ടൈം മാറുന്നതനുസരിച്ച് വരാം. ഇന്നിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന ടൈമിലുള്ള പ്രൈസാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ പിന്നെ പറയാൻ വന്നൊരു കാര്യം 7.99 lakhs ആണ് സ്റ്റാർട്ടിങ്. അത് മിക്കവാറും V2-നകത്തുള്ള ചേസിൻ്റെ വാല്യൂ ആയിരിക്കും. ഇതെല്ലാം ബോഡി ഡെക്ക് ഉള്ളതിൻ്റെ കാര്യങ്ങളായിരിക്കും പറഞ്ഞിട്ടുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് ഡെക്കും ഹൈ ഡെക്ക് SD എന്ന് ഉദ്ദേശിക്കുന്നത് അതായിരിക്കും. അതിൻ്റെ പ്രൈസാണ് ഈ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, എന്നിട്ട് ദിവസങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരും. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വരുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നമ്മുടെ ചാനൽ എത്തിക്കുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് എപ്പോഴും കൂടെ വേണം. നമ്മുടെ ചെറിയ ചാനലാണ്. ആ ചാനലൊന്ന് വലുതായി വരണമെങ്കിൽ നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് വേണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല, വീഡിയോ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ.